ശിവഗീത 4-ാം അധ്യായത്തിലെ ശ്രീരാമചന്ദ്രൻ്റെ സദാശിവ ദർശനത്തെക്കുറിച്ചിട്ടാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ ആദ്യം നന്ദീശനെ കാണുന്നു, പിന്നെ സാക്ഷാൽ സദാശിവനെ കാണുന്നു, തൊട്ടടുത്തിരിക്കുന്ന പാർവതീ ദേവിയെ കാണുന്നു. ഇനി തെക്ക് വശത്തിരിക്കുന്ന തെക്കിൻ്റെ അധിപനായ മൂഷികവാഹനനെയാണ് പിന്നീട് ശ്രീരാമചന്ദ്രൻ ദർശിക്കുന്നത്. മൂഷികത്തിൻ്റെ മേൽ കയറിയിരിക്കുന്ന ഗണപതിയെ ശ്രീരാമചന്ദ്രൻ ഹൃദയത്തിൽ വച്ച് സ്തുതിക്കുന്നു. ആ ശ്രീ ഗണേശ ഹൃദയ സ്തോത്രത്തിലെ ആ ഭാഗം നാം നോക്കൂ. ആനന്ദായ നമസ്തസ്മൈ നിർഗുണായ സദാത്മനേ നിർഗുണ ബ്രഹ്മബീജായ ബ്രഹ്മാനന്ദ സ്വരൂപിണേ മായാവൃത്തിവിഹീനായ ഗംഭീരായ നമോ നമഃ. ഇതാണ് ശ്രീരാമചന്ദ്രൻ ഗണപതിയെ ഹൃദയമന്ത്രമായി സ്തുതിച്ചത്. ഗണപതിയുടെ വാഹനമായ മൂഷികത്തിൻ്റെ മുകളിലിരിക്കുന്നതാണ് നാം കാണുന്നത്. അപ്പോൾ മൂഷികം എന്നുള്ളതും ഒരു പ്രതീകമാണ്. ഒരു പ്രാചീന കഥയും അതിൻ്റെ പിന്നിലുണ്ട്. മൂഷികൻ്റെ ചരിത്രത്തെക്കുറിച്ചിട്ട് ഗണപതി പുരാണത്തിൽ എന്താണ് പറയുന്നതെന്നൂടെ നമുക്ക് നോക്കാം. ക്രൗഞ്ചൻ എന്ന ഗന്ധർവൻ ഒരിക്കൽ വാമദേവ മഹർഷിയുടെ കോപത്തിന് ഇരയായി. നീയൊരു മൂഷികനായി തീരട്ടെ എന്ന് മഹർഷി ക്രൗഞ്ചനെ ശപിച്ചു. ശാപഗ്രസ്തനായ ക്രൗഞ്ചൻ മൂഷികനായതോടെ അവൻ നാട് മുഴുവൻ ചുറ്റി എല്ലാം തിന്നു തുടങ്ങി. അവന് ആഹാരത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങളും വൻതോതിൽ തിന്ന് നശിപ്പിച്ചു. മൂഷികൻ്റെ ശല്യം കൊണ്ട് എല്ലാവരും പൊറുതിമുട്ടി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ആർക്കും അവനെ പിടികൂടാനായില്ല. അവൻ എല്ലായിടത്തും നാശം വിതച്ച് നടന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പരാശരമുനി പതിവ് ഗണപതി ഹോമം നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പെട്ടെന്ന് ആശ്രമത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു മൂഷികൻ ഹോമകുണ്ഡത്തിന് സമീപം വന്നു വീണു. പൂജാദ്രവ്യങ്ങൾ 4 പാടും ചിതറി. ഹോമം തടസ്സപ്പെട്ടു. കോപിഷ്ഠനായ പരാശരമുനി മൂഷികനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി. അവൻ എവിടെയോ ഓടി ഒളിച്ചു. രാത്രിയായപ്പോൾ മൂഷികൻ വീണ്ടും പുറത്തിറങ്ങി പൂജാദികൾക്ക് വച്ചിരിക്കുന്ന ധാന്യങ്ങളും മറ്റും തിന്നു. ഉറങ്ങിക്കിടക്കുന്ന മുനിവരൻ്റെ അടുക്കൽ ചെന്ന് കശപിശ കൂട്ടുകയും ചെയ്തു. അദ്ദേഹം ഉണരുമ്പോൾ അവൻ ഓടിയൊളിക്കും. അശുദ്ധി വരുത്തിയും ദ്രവ്യങ്ങൾ നശിപ്പിച്ചും മൂഷികൻ പരാശരമുനിയുടെ പൂജയും ഹോമവും നിത്യവും മുടക്കിക്കൊണ്ടിരുന്നു. ഇതിനിടെ ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടന്നിരുന്ന മുനിയെ മൂഷികൻ കടിക്കുകയും ചെയ്തു. പരാശരൻ എത്ര ശ്രമിച്ചിട്ടും ആ ചെറിയ ജീവിയെ പിടികൂടാനോ ശല്യം തീർക്കാനോ കഴിഞ്ഞില്ല. ആശ്രമത്തിലെ ധാന്യങ്ങൾ തിന്നുന്നതിലോ തന്നെ ഉപദ്രവിക്കുന്നതിനോ ഉപരി പരാശരമുനിയെ വേദനിപ്പിച്ചത് പൂജാതി കർമ്മങ്ങൾ തടസ്സപ്പെടുത്തിയതിനാലാണ്. ഒടുവിൽ വിഘ്നനിവാരണത്തിന് വിഘ്നേശ്വരനായ മഹാഗണപതി ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കാൻ പരാശരമുനി തീരുമാനിച്ചു. അദ്ദേഹം ഗണപതി ഭഗവാനെ ധ്യാനിച്ചു. പ്രഭ ചൊരിഞ്ഞുകൊണ്ട് ഗണപതി ഭഗവാൻ
പരാശര മുനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മുനി ഗണേശനെ വണങ്ങി സ്തുതിച്ചു. മൂഷികൻ്റെ ശല്യം തീർത്ത് പൂജാതി കർമ്മങ്ങൾ തടസ്സം ഒഴിവാക്കി തരണമെന്ന് പരാശര മുനി ഗണപതി ഭഗവാനോട് അഭ്യർത്ഥിച്ചു. മഹാമുനി, അങ്ങ് സമാധാനിച്ചാലും ആ പരാക്രമിയെ ഇന്നു തന്നെ നാം ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഇനിമേൽ അങ്ങയുടെ പൂജാതി കർമ്മങ്ങൾക്ക് യാതൊരു വിഘ്നവും ഉണ്ടാകില്ല. വിഘ്നേശ്വരൻ പരാശരനെ അനുഗ്രഹിച്ചു. അന്നും പൂജാസമയമായപ്പോൾ മൂഷികനെത്തി. അവനെ പിടികൂടാൻ ഗണേശനുമെത്തി. ഇരുവരും തമ്മിൽ വലിയൊരു മൽപ്പിടുത്തം തന്നെ നടന്നു. ഒടുവിൽ പാശം കൊണ്ട് മൂഷികനെ ബന്ധിച്ച ശേഷം ഗണേശൻ അവൻ്റെ മുകളിൽ കയറിയിരുന്നു. എന്നിട്ടും മൂഷികൻ്റെ ഗർവ് അടങ്ങിയില്ല. അവൻ ഗണേശനെയും കൊണ്ട് 4 പാടും ഓടി നടന്നു. പുറത്തു നിന്ന് ഗണപതിയെ തള്ളിയിടാനും ശ്രമിച്ചു. അവൻ നടത്തിയ ശ്രമമൊന്നും വിജയിച്ചില്ല. ഒടുവിൽ കീഴടങ്ങി മൂഷികൻ ഗണപതിയെ വന്ദിച്ചു. അങ്ങ് സർവവിഘ്നങ്ങളുടെയും നിവാരണത്തിന് കാരണഭൂതനായ ഗണപതി ഭഗവാനാണ് എന്ന് ഞാൻ ഗ്രഹിക്കുന്നു. അടിയൻ്റെ തെറ്റുകൾ പുറത്ത് മോക്ഷം നൽകിയാലും. മൂഷികൻ ഗണപതിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഗണപതി മൂഷികനെ അനുഗ്രഹിച്ചു. അതോടെ മൂഷികൻ്റെ രൂപം മാറി ഗന്ധർവനായി. ഗന്ധർവൻ ഗണപതി ഭഗവാനെ സ്തുതിച്ചു. എന്നിട്ട് അവൻ്റെ പൂർവ്വകഥ പറഞ്ഞു. ഞാൻ ക്രൗഞ്ചൻ എന്ന ഗന്ധർവനാണ്. ഒരിക്കൽ ഇന്ദ്രസന്നിധിയിൽ വച്ച് അറിയാതെ വാമദേവ മഹർഷിയുടെ ഇടത് കാലിൽ ചവിട്ടാനിടയായി. കോപിഷ്ഠനായ മഹർഷി, നീയൊരു മൂഷികനായി തീരട്ടെ എന്ന് ശപിച്ചു. അറിയാതെ സംഭവിച്ച തെറ്റാണെന്നും പുറത്ത് എനിക്ക് ശാപമോക്ഷം തരണമെന്നും ഞാൻ പ്രാർത്ഥിച്ചു. ഒരിക്കൽ വിഘ്നേശ്വര ഭഗവാൻ പാശത്താൽ ബന്ധിച്ച് ദേഹത്ത് കയറി യാത്ര ചെയ്യുമ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും മുനിവര്യൻ എനിക്ക് അനുഗ്രഹം നൽകി. ഇപ്പോൾ അങ്ങ് ശാപമോക്ഷവും നൽകി. പക്ഷേ ഈ ലോകത്ത് അനുഷ്ഠിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം വിഘ്നേശ്വരനെ സ്തുതിച്ച് പാടി വിഘ്നേശ്വരനെ സേവിച്ച് കഴിയുകയാണ്. അതിന് അങ്ങ് എന്നെ അനുഗ്രഹിക്കണം. ആയതിനാൽ വീണ്ടും മൂഷികനായി അങ്ങയുടെ വാഹനമായി സേവിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. ഗന്ധർവൻ നമ്രശിരസ്കനായി പ്രാർത്ഥിച്ചു. നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഗണേശ ഭഗവാൻ ക്രൗഞ്ചനെ ആശീർവദിച്ചു. അടുത്ത നിമിഷം ക്രൗഞ്ചൻ വീണ്ടും ഒരു മൂഷികനായി മാറി. ഇതാണ് മൂഷികൻ്റെ ആ സംഭവത്തെക്കുറിച്ചിട്ട് മഹാഗണപതി പുരാണത്തിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗണപതി ഭഗവാൻ അനുഗ്രഹിച്ച ഗന്ധർവനാണ്, ക്രൗഞ്ചൻ എന്ന ഗന്ധർവനാണ് ഈ എലിയായിട്ട് ഇപ്പോൾ വാഹനമായി, ഗണപതിയുടെ വാഹനമായി തീർന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഗണപതിയുടെ ആ വിഘ്നേശ്വരൻ്റെ സർവ്വവിഘ്നങ്ങളും തീർത്തിരുന്ന ഗണപതിയുടെ വാഹനത്തെയും നമുക്ക് സ്തുതിക്കാം. ഓം ശിവായ നമഃ.